ശ്രീ സി വി ആനന്ദബോസാണോ കള്ളം പറയുന്നത്, അതോ ജി സുകുമാരൻ നായരാണോ കള്ളം പറയുന്നത്? ഇതാണല്ലോ നമുക്ക് പരിശോധിക്കേണ്ട കാര്യം. ഞാൻ അദ്ദേഹത്തെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. രാഷ്ട്രീയത്തിൽ ഒരു വഞ്ചനയുമില്ലാത്ത, അപ്പം ആ രുചി, ആ മണം നമുക്ക് കിട്ടാതിരിക്കുക. നമുക്ക് വേണ്ടത് എന്താ? മന്നത്ത് പത്മനാഭൻ ആരെന്ന് അറിയോ, ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവോ ഇല്ലാത്തവരെ അല്ലല്ലോ നമുക്ക് വിളിക്കേണ്ടത്. മാന്യതയുള്ള ആളുകളെയാണ് ആ സ്ഥാനത്തേക്ക് ക്ഷണിക്കേണ്ടത്. അപ്പം നമ്മുടെ പരിപാടി വിജയിച്ചു, കണക്കാണല്ലോ. അവിടെയാണല്ലോ സത്യം വേണ്ടത്, കള്ളത്തരം ഇല്ലാതിരിക്കേണ്ടത്. ദില്ലിയിൽ ആർക്കേപുരത്ത് നടന്ന ഒരു നായർ സമ്മേളനത്തിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വാർത്ത കാണുകയുണ്ടായി. NSS ജനറൽ സെക്രട്ടറി അറിയിച്ചു, എനിക്ക് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറായി ചുമതലയെടുക്കുന്നതിന് മുൻപ് മന്നത്താചാര്യന്റെ സമാധിക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി നടത്തണമെന്ന്, പുഷ്പാർച്ചന നടത്തണമെന്ന് എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി. ഞാനിവിടെ ചെന്നു. അദ്ദേഹം എന്റെ കാറിന്റെ അടുത്ത് വന്ന് കാറിന്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു, എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു, കാറിൽ കയറ്റി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? അത് കാരണവന്മാരെ ബഹുമാനിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം അവകാശമാണോ? ഇപ്പോഴുള്ളവരെ കാണാനില്ല, അവരെ ബഹുമാനിക്കുന്നത് സത്യമാണ്. പക്ഷേ മന്നത്താചാര്യന് ആദരം അർപ്പിക്കാനാണ്. അതിനുള്ളൊരു അവസരം കിട്ടുന്നില്ലെന്ന് സങ്കടപൂർവ്വം പറയുകയാണ്. ഒരു കാര്യം, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരമുണ്ട്. എനിക്ക് ശ്രീ എൻഗേജി പിള്ളിയോട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. അതായത് ഏതൊരു നായർ യുവാവിനും യുവതിക്കും ജീവിതത്തിൽ ഏതെങ്കിലും നേട്ടം കിട്ടുന്ന സമയത്ത് അവർക്ക് മന്നത്താചാര്യന്റെ മുൻപിൽ പ്രണാമിക്കാനും പുഷ്പാർച്ചന നടത്താനും പുഷ്പാഞ്ജലി നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ ഭാരത കേസരി മന്നത്താചാര്യന്റെ ഒരു സ്മരണിക തീർക്കണം, ഒരു സ്മാരകം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുക. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ പൊതുസമൂഹം അറിയാനും ഒപ്പം പ്രത്യേകിച്ച് ആഠ്യത്വവും അന്തസ്സും ആത്മാഭിമാനവുമുള്ള നായർ സമുദായ അംഗങ്ങൾ അറിയാനും വേണ്ടിയാണ്. എന്ന് പറയുമ്പോൾ പെരുന്നാ പോപ്പിനെ താങ്ങി നിർത്തിയിരിക്കുന്ന 273 അടിമകളും 26 നികൃഷ്ടജീവികൾക്കും വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി ഇവർ ഈ വീഡിയോ കാണരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആദ്യം തന്നെ അപേക്ഷിക്കാം. ഇനി എന്താണ് വിഷയം എന്നുള്ള വിഷയത്തിലേക്ക് വരാം. ശ്രീ സി വി ആനന്ദബോസ് പറഞ്ഞത് അദ്ദേഹം ബംഗാൾ ഗവർണറായി നിയമിക്കപ്പെട്ടു. അങ്ങനെ നിയുക്ത ഗവർണർ അദ്ദേഹത്തിൻ്റെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തി മന്നത്ത് പത്മനാഭൻ്റെ ആത്മാവിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അതിനായിട്ട് അദ്ദേഹം നേരെ പെരുന്നയിലേക്ക് ചെന്നു. പെരുന്നയിൽ ചെന്നു പെരുന്ന വാഴുന്ന പൊന്നുതമ്പുരാൻ അവിടെ സ്വീകരിച്ചൊക്കെ ഇരുത്തി ചായ കൊടുത്തു. പക്ഷേ മന്നം സമാധിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ശ്രീ സി വി ആനന്ദബോസ് പറഞ്ഞത്, ഞാൻ പെരുന്നയിൽ ബുദ്ധിമുട്ടിപ്പോയത് അവിടുത്തെ ഗേറ്റ് കീപ്പറെ കാണാനല്ല, മറിച്ച് മന്നത്ത് പത്മനാഭൻ്റെ സമാധി മണ്ഡപത്തിൽ നിന്ന് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാനാണ്. അതിനുള്ള അവസരം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കിട്ടിയില്ല. ഈ വാർത്ത വായിക്കുന്ന പൊതുസമൂഹത്തിലെ ആളുകൾക്കൊക്കെ ഒരു ഞെട്ടൽ തോന്നും. ഇത്രയും പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് സി വി ആനന്ദബോസ്. കളക്ടർ എന്നുള്ള നിലയിൽ, നിർമ്മിതി കേന്ദ്രത്തിലെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി സെക്രട്ടറി, കരുണാകരൻ്റെ കാലത്ത് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പ്രവേശിച്ച ഏതെല്ലാം മേഖലയുണ്ടോ ആ മേഖലയിലെല്ലാം തൻ്റെ കഴിവ് തെളിയിച്ച ഒരാളാണ്. ആ ഉദ്യോഗസ്ഥന് ഇത്ര ഒരു ദുര്യോഗം എങ്ങനെ സംഭവിച്ചു? പെരുന്നയിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മന്നം സമാധിയിൽ പ്രവേശിപ്പിക്കാതിരുന്നത്? സ്വാഭാവികമായി ഇത് കാണുന്ന ഏതൊരു പൊതുസമൂഹത്തിൽപ്പെട്ട ഏതൊരാൾക്കും തോന്നുന്നൊരു സ്വാഭാവികമായ സംശയം മാത്രമാണ്. എന്നാൽ നായർ സമുദായത്തിൽ ജനിച്ചു വളർന്ന് 1977 മുതൽ
ഞാൻ NSSൻ്റെ പ്രതിനിധിസഭാ മെമ്പറായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ NSSൻ്റെ വ്യക്തി മെമ്പറാണ്. എന്ന് പറഞ്ഞാൽ NSSൻ്റെ ഒരു ഷെയർ ഹോൾഡറാണ്. കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഷെയർ ഹോൾഡറാണ്. എനിക്കിതിനകത്ത് ഒരു അത്ഭുതം തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ കിം ജോങ് ഉൻ അദ്ദേഹത്തിൻ്റെ ഭരണരീതിയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ ആനന്ദ ബോസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം സമാധി മണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല. പക്ഷേ അതിനു മുമ്പ് അതിനോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. മന്നത്ത് ആചാര്യൻ്റെ ചെറുമകൻ ഡോക്ടർ ബാലശങ്കർ മന്നത്ത്, അദ്ദേഹത്തിൻ്റെ മക്കളും ചെറുമക്കളും ഒക്കെ പലരും, ചിലർ അമേരിക്കയിലാണ്, ചിലർ ഇംഗ്ലണ്ടിലാണ്. അവരെല്ലാം കൂടി ഒത്തുകൂടി അവരുടെ മുത്തച്ഛൻ്റെ അല്ലെങ്കിൽ മുതുമുത്തച്ഛൻ്റെ സമാധി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് പോരാം, ആത്മാവിൻ്റെ അനുഗ്രഹം തേടി പോരാം എന്ന് വിചാരിച്ച് ഡോക്ടർ ബാലശങ്കർ മന്നത്തും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കൂടി കുറച്ച് പൂക്കളുമൊക്കെ ആയിട്ട് നേരെ മന്നം സമാധിയിലേക്ക് ചെന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നും, മന്നത്ത് പത്മനാഭൻ്റെ ചെറുമകനെ മന്നം സമാധിയിലേക്ക് ഈ പെരുന്നപ്പൂപ്പ് പ്രവേശിപ്പിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ബാലശങ്കർ മന്നത്ത് നമ്മളോടൊപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പിങ് എൻ്റെ കയ്യിലല്ല, മറ്റു പലരുടെയും കയ്യിലുണ്ട്. ഇത് മന്നം സമാധി എന്ന് പറയുന്ന ഒരു ദിവ്യമായ പരിശുദ്ധമായ ഒരു സ്ഥലത്തെ വെച്ച് ഒരു പ്രാകൃതനായ മനുഷ്യൻ വിലപേശുന്ന ഒരു ചിത്രമാണ് പെരുന്നയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. VM സുധീരനെ അവിടെ പ്രവേശിപ്പിച്ചില്ല. എന്തിനെ സുരേഷ് ഗോപിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു? ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പെരുന്നയിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ, വെറും പ്രാകൃതനായ ഒരു മനുഷ്യൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിവരക്കേടുകൾ എത്ര ഭീകരമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തായാലും ശരി, 2025 മന്നം സമാധിയിൽ പല കലാപരിപാടികളുണ്ട്. നാദസ്വര കച്ചേരി ഉണ്ടായിരുന്നു, പിന്നെ ആട്ടമുണ്ടായിരുന്നു, കഥകളി ഉണ്ടായിരുന്നു. നളചരിതം കഥകളിയാണ്. നളചരിതം 4-ാം ദിവസം കഥകളിയാണ് ഇപ്പോൾ നടന്നത്. 2026-27 വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ കഥകളി നളചരിതമല്ല വേണ്ടത്. അതിന് പകരം എനിക്ക് പ്രപ്പോസ് ചെയ്യാനുള്ളത് സുകുമാര വിജയം 4-ാം ദിവസം കഥകളി. അത് സുകുമാര വിജയൻ 4-ാം ദിവസം കഥകളി, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു നല്ല കഥകളിക്കുള്ള സ്കോപ്പുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സുജാത ചരിതം കഥകളി, അടുത്ത ജനറൽ സെക്രട്ടറി ആകാൻ പോകാനിരിക്കുന്ന മഹതിയുടെ പേര് സുജാത എന്നാണ്. അപ്പോൾ സുജാത ചരിതം കഥകളി, അങ്ങനെ 2 ദിവസം 2 കഥകളി വെക്കാനുള്ള സ്കോപ്പുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടി ഈ നമ്മുടെ അടിമ വംശക്കാർ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ മന്നം സമാധിയെക്കുറിച്ച് പൊതുസമൂഹവും നായന്മാരും അറിയാൻ എനിക്കൊരു കാര്യം പറയാം. നിങ്ങൾ ജനുവരി 2-ാം തീയതി ഇറങ്ങിയ മലയാള മനോരമയും മാതൃഭൂമിയും ദിനപത്രം ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കും. അതിനകത്തൊരു ജാക്കറ്റ് പരസ്യം ഉണ്ടായിരുന്നു. അതായത് മനോരമയുടെ ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ പേജ് പരസ്യമാണ് മന്നം സമാധിയെക്കുറിച്ച്. ഇത് വായിക്കുന്ന ഈ പത്രം എടുക്കുന്ന ആളുകൾ വിചാരിക്കും മനോരമക്കാർ മന്നത്ത് ആചാര്യനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനൊരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അത് വാർത്തയല്ല സുഹൃത്തുക്കളെ, അത് പരസ്യമാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. പത്രത്തിൽ 2 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ളൊരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും നമുക്കറിയാം. ഇതൊരു ഫുൾ പേജ് പരസ്യം മലയാള മനോരമയിലും മാതൃഭൂമിയിലുമാണ് ഞാൻ കണ്ടത്. അപ്പം അത് പരസ്യം കൊടുത്തത് എന്തിനാണ്? ആലോചിച്ച് നോക്കണം. എന്തിനു വേണ്ടിയാണ് ഈ പെരുന്ന പോപ്പ് ഈ പരസ്യം കൊടുത്തത്? ഈ പരസ്യം കൊടുത്ത നിങ്ങളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, പണ്ട് അൽ മുക്താദീൻ എന്ന് പറഞ്ഞൊരു സ്വർണ്ണക്കടയുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയാണ് അൽ മുക്താദീൻ എന്നാണ് ഈ സ്വർണ്ണക്കടയുടെ. അതിൻ്റെ ഉടമസ്ഥൻ്റെ ഒരു തട്ടിപ്പുകാരൻ ഒരു തൊപ്പിയും വെച്ച് താടിയും വളർത്തി നിൽക്കുന്ന പടവും ഉണ്ടായിരുന്നു. അയാൾ എന്തൊക്കെയോ ഒരുപാട് ഓഫറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളുകളെല്ലാം കൊണ്ട് അവിടെ നിക്ഷേപിച്ചു. പാവങ്ങളുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുമായിട്ട് ഈ പണവുമായിട്ട് അവനങ്ങ് മുങ്ങുകയും ചെയ്തു. ഇത് അപകടകാരിയാണ് എന്ന് ആവർത്തിച്ച് സോഷ്യൽ ചാനലുകളിൽ വാർത്ത വന്നു. എൻ്റെ ഒരു സുഹൃത്ത് നടന്ന സോഷ്യൽ ചാനലിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു, അൽ മുക്താദിൽ പോയി നിങ്ങൾ പണം നിക്ഷേപിക്കരുത്, നിങ്ങളുടെ പണം നഷ്ടമാകും. പക്ഷേ എന്ത് ചെയ്യാനൊക്കെ ആളുകൾ അവിടെ കൊണ്ടുപോയി പലിശ കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ കൊണ്ട് നിക്ഷേപിച്ചു പോയി. അൽ മുക്താദിൻ്റെ വാർത്ത കേരളത്തിലെ പ്രമുഖ പത്ര ദൃശ്യ മാധ്യമങ്ങൾ മറച്ചു വെച്ചു. നമുക്കറിയാവുന്ന കാര്യമാണത്. എന്തുകൊണ്ട്? പരസ്യം കൊടുത്തുകൊണ്ട്, പരസ്യദാതാവിനോടുള്ള നന്ദി കൊണ്ട് അവരത് മറച്ചു വെച്ചു. ഇവിടെ അൽ മുക്താദിൻ മുതലാളിയുടെ ഉടമസ്ഥൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ മന്നം സമാധിയുടെ മന്നം ജയന്തിയുടെ വാർത്ത കൊടുത്ത് തനിക്കെതിരെയുള്ള വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാനും തമസ്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കാനും വേണ്ടിയാണ് ഈ ഫുൾ പേജ് പരസ്യം നൽകിയത് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. അതുപോലെ തന്നെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളും തിരിച്ചറിയണം.
ഇവിടെ വളരെ വലിയ വെട്ടിപ്പ്, വലിയ തട്ടിപ്പാണ് ചങ്ങനാശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനന്ദബോസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ പെരുന്നത്ത് വകുപ്പിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അടുത്ത പ്രഖ്യാപനം വന്നു. സി വി ആനന്ദബോസ് അദ്ദേഹത്തെ സമീപിക്കുകയോ പുഷ്പാർച്ചന നടത്തണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ശ്രീ സി വി ആനന്ദബോസ് കള്ളം പറയുന്നു എന്നുള്ളതാണ്. ഇവിടെ നിഷ്പക്ഷമായിട്ടൊരു കാര്യം പറയാം. ശ്രീ സി വി ആനന്ദബോസാണോ കള്ളം പറയുന്നത്, അതോ ജി സുകുമാരൻ നായരാണോ കള്ളം പറയുന്നത്? ഇതാണല്ലോ നമുക്കൊന്ന് പരിശോധിക്കേണ്ട കാര്യം. രണ്ടുപേരുടെയും ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ മതി. ചേർത്തല കോളേജിനോട് ചേർന്ന് കിടന്ന വലിയ സ്ഥലത്തെ, വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്തെ സിലിക്ക മണൽ മോഷണം നടത്തി അല്ലെങ്കിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുപോയതിന് 7,13,000 രൂപ പിഴ വിധിക്കപ്പെട്ട ആളാണ് സുകുമാരൻ നായർ. എന്നിട്ട് അദ്ദേഹം കൊടുത്ത പരാതിയിൽ ഇത് മോഷണം പോയതാണ് എന്ന് പറഞ്ഞ് പിഴ കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിങ്ങനെ സിലിക്ക മണൽ മോഷണം പോയിരിക്കും എന്ന് പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചവനാണ് ആ മനുഷ്യൻ. അദ്ദേഹം പറയുന്നത് വിശ്വസിക്കണോ, സി വി ആനന്ദബോസിനെ പോലെ പ്രഗത്ഭനായ ഒരാൾ പറയുന്നത് വിശ്വസിക്കണോ, അത് നമ്മൾ പ്രേക്ഷകൻ തീരുമാനിക്കേണ്ടതാണ്. എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ശ്രീ സി വി ആനന്ദബോസ് കള്ളം പറയില്ല. അദ്ദേഹം ഹൃദയവേദനയോടെ പറഞ്ഞൊരു കാര്യമാണ്. ഈ സമുദായം നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ, രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹം കൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മന്നം സമാധി ദില്ലിയിൽ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടതാണ്. ദില്ലിയിലെ നായന്മാരെല്ലാം കൂടെ ചേർന്ന് മന്നത്തിൻ്റെ ഒരു സമാധി അവിടെ സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചു. കാരണം ഈ മന്ന സമാധിയിലേക്ക് പ്രവേശിക്കാൻ അവരെ നമ്മുടെ ഇപ്പോഴത്തെ പൊന്നുതമ്പുരാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് അവിടെ തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. ഇത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഈ മന്ന സമാധിക്കകത്ത് ആരും പ്രവേശിക്കാതിരിക്കാനാണ് ഈ ഗേറ്റ് കീപ്പറെ അവിടെ നിർത്തിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഗേറ്റ് കീപ്പറുടെ ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിക്കാം. ആരും അങ്ങോട്ട് കയറാതിരിക്കാനാണ് ഗേറ്റ് കീപ്പറെ വെച്ചിരിക്കുന്നത്. ഗേറ്റ് കീപ്പർ എന്ന് പിന്നെ നമ്മുടെ സി വി ആനന്ദബോസിൻ്റെ പദം കടമെടുത്ത് അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചത് കടമെടുത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാളെ ഇവിടെ നിർത്തേണ്ട കാര്യം എന്താ? ഈ നിർത്തുന്ന ആളിന്, അതായത് ഈ ഗേറ്റ് കീപ്പർക്ക് ഒരു ദിവസം യാത്രാപടി, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള പെരുന്ന ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്താൻ അദ്ദേഹം ദിനം പ്രതി എഴുതി വാങ്ങിക്കുന്ന യാത്രാ ബത്ത കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. 3000 രൂപ. ഒരു മാസമല്ല, അടിവരയിട്ട് പറയുന്നു, ഒരു മാസമല്ല, ഒരു ദിവസം 3000 രൂപ യാത്രപ്പടി വാങ്ങിച്ചിട്ടാണ് കിം ജോങ് ഉൻ നേരെ വാഴപ്പള്ളിയിൽ നിന്ന് പെരുന്നയിലേക്ക് എഴുന്നള്ളുന്നത്. അടിമകളെ, ആത്മാഭിമാനമില്ലാത്ത അവിടെ പോയി സുകുമാരൻ നായർക്ക് സർവാത്മന പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രാകൃതന്മാരെ, നിങ്ങളിത് കണ്ണ് തുറന്ന് കാണണം, കാത് തുറന്ന് കേൾക്കണം. നിങ്ങൾ എന്തിനാണ് അന്ധരും ബധിരരുമായിട്ട് അവിടെ പോയിരിക്കുന്നത്? നിങ്ങളവിടെ പോയിരുന്ന് ഉച്ചയ്ക്ക്, ബജറ്റ് സമ്മേളനത്തിൻ്റെ ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറും അവിയലും ഒക്കെ കഴിച്ച് അമ്പലപ്പുഴ പാൽപ്പായസവും കുടിച്ച് ഏമ്പക്കവും വിട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് എന്ന് മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ പ്രാകൃതന്മാരെന്നും അടിമകളെന്നും അന്തസ്സില്ലാത്തവരെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ച ഒരു കൂട്ടം കള്ളന്മാർ ഒരു ശകുനിയുടെ നേതൃത്വത്തിൽ ഈ സമുദായത്തെ കൊള്ളയടിക്കുകയാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്ന സത്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്നത്. അത് ഈ സമുദായം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ പത്രത്തിലൊരു വാർത്ത കണ്ടു. ഒരു സമുദായത്തെ മുച്ചൂട് മുടിച്ച ഒരു സമുദായ ദ്രോഹിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ കുറേ പ്രാകൃത ജന്മങ്ങൾ അവിടെ പോയി ക്യൂ നിൽക്കുന്നത്. എനിക്ക് അവജ്ഞ തോന്നി. ഇവറ്റകളോടൊക്കെ എനിക്ക് അവജ്ഞയാണ് തോന്നിയത്. രാഷ്ട്രീയ നേതാക്കന്മാരാണ് പോലും. എന്ത് നാണക്കേടാണ് ഇവരെ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. നാളെ രാജ്യം ഭരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് ഇവർ. എന്തായാലും ശരി, സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്തി അല്ലെങ്കിൽ സ്വന്തം ആത്മാഭിമാനത്തിനെ ബലി കഴിച്ച് ഒരു സമുദായദ്രോഹിയുടെ അനുഗ്രഹം വാങ്ങാൻ പോയി നിന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ നിങ്ങൾക്ക് കേരളം മാപ്പ് തരത്തില്ല. നിങ്ങളുടെ മരിച്ചുപോയ അന്തസ്സിന്, നിങ്ങളുടെ മരിച്ചുപോയ ആത്മാഭിമാനത്തിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവിടെ പോയി ഒപ്പം ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവിടെ പോയി പെരുന്നപ്പോപ്പിൻ്റെ കാല് തിരുമാൻ തയ്യാറാകാതിരുന്ന നല്ല ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിലുണ്ട്. അത് ആരൊക്കെയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആ ആത്മാഭിമാനമുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഹൃദയം നിറഞ്ഞ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലിപ്പിംഗ് ഇവിടെ